ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ലൊരു ഉണക്ക ചെമ്മീൻ മാങ്ങാക്കറി ഉണ്ടാക്കാം. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിനേക്കാളും മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിലും ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടിയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ 1/4 കപ്പ് ഉണക്ക ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ക്ലീൻ ചെയ്ത് തലയും വാലും ഒക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ 1/4 കപ്പ്. നന്നായിട്ട് കഴുകിയെടുക്കാം ആദ്യം തന്നെ. അപ്പോൾ ഇതിനകത്തൊക്കെ നല്ലോണം മണ്ണും പൊടിയും അഴുക്കുമൊക്കെ ഉണ്ടാവും. അപ്പോൾ മണ്ണ് പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കഴുകി വാരി തന്നെ എടുക്കണം. അപ്പോൾ മണ്ണ് താഴോട്ട് പോയിക്കോളും. അത് മാത്രമല്ല കുറേ നേരം വെള്ളത്തിലിട്ട് വെക്കുകയൊന്നും വേണ്ട. അപ്പോൾ വല്ലാണ്ടങ്ങ് നനഞ്ഞ് കുതിർന്ന് പോവും. ഇത് പെട്ടെന്ന് തന്നെ കഴുകി എടുക്കുക. അങ്ങനെ 3-4 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് ക്ലീനായി കിട്ടും. ഇനി ഇതിൻ്റെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു നോർമൽ അരിപ്പയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെയിനറിലോ ഒക്കെ ഒന്ന് എടുത്ത് വയ്ക്കുക. ഒരു 10 മിനിറ്റ് മതി. അപ്പോൾ ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ ആ ഒന്ന് സ്റ്റോപ്പാവും. ഇനി നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഡ്രൈ റോസ്റ്റാണ് നമ്മൾ ചെയ്യണത്. നന്നായിട്ട് വഴറ്റുക. ഞാനിപ്പോൾ ഇതിൻ്റെ തലയും വാലൊക്കെ കളഞ്ഞിട്ടല്ലേ കഴുകിയൊക്കെ എടുത്തത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തലയും വാലും കളയാതെ തന്നെ, അതായത് ഡയറക്റ്റായിട്ട് കഴുകിയെടുത്തിട്ട് ഇതുപോലെ വറുത്തെടുക്കാം. തലയോടുകൂടി തന്നെ വറുത്തെടുക്കാം. എന്നിട്ട് ഇത് ക്രിസ്പിയായി നല്ലോണം മൊരിഞ്ഞൊക്കെ കഴിഞ്ഞതിന് ശേഷം തലയും വാലും നുള്ളി കളഞ്ഞാലും മതി. അപ്പോൾ ക്രിസ്പി ആയതിന് ശേഷം നമ്മളിത് ക്ലീൻ ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ തലയും വാലും അങ്ങനെ വിട്ട് വരും, കട്ടായി വരും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാം കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നോക്കിയേ, ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ട് ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ് വരും. ഒത്തിരി അങ്ങോട്ട് വല്ലാണ്ട് ഇങ്ങനെ വടി പോലെ ആവണമെന്നില്ല. പക്ഷെ എന്നാലും അകത്തെ വെള്ളമൊക്കെ പോകണം. ആ സോഫ്റ്റായിട്ടിരിക്കുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതങ്ങ് മാറണം. ഇതിപ്പം എല്ലാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റെഡിയാണ്. സത്യത്തിൽ ഈ ചെമ്മീൻ്റെ പണിയേ ഉള്ളൂ ഈ കറിയിൽ ഇത്തിരി പാടുള്ള ഭാഗം കേട്ടോ. ബാക്കിയെല്ലാം നല്ല എളുപ്പമാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കറി. അപ്പോൾ ഇതിവിടെ വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പരച്ചെടുക്കാനായിട്ട് നമുക്ക് മിക്സിയിലെ ചെറിയ ജാർ എടുക്കാം. ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പീര എടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഏകദേശം ഒരു 1/2 കപ്പിന് താഴെ വെള്ളം ഒഴിക്കാം. ഒരുപാട് വെള്ളം വേണ്ട. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അരഞ്ഞു കിട്ടില്ല. എന്നിട്ടിത് നല്ല പേസ്റ്റ് പോലെ ഒട്ടും തരിയില്ലാണ്ട് അരച്ചെടുക്കണം കേട്ടോ. നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം. കണ്ടോ, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡി. ഇനി ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കണത് പച്ചമാങ്ങയാണ് കേട്ടോ. ഇത് നാടൻ മാങ്ങയാണ്. നല്ല പുളിയുള്ള 2 ചെറിയ മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മാങ്ങയുടെ അളവൊക്കെ നിങ്ങൾ മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യണേ. ഇതിപ്പോൾ നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് എനിക്ക് ഇത്രയും ചേർത്താൽ മതിയാവും. തൊലി കളഞ്ഞിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 1 കപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ കറിയിലേക്കൊക്കെ മാങ്ങ എടുക്കുമ്പോൾ അത് കുറച്ച് ചനച്ച മാങ്ങയാണെങ്കിൽ, അതായത് അത്യാവശ്യം നല്ല പുളിയും കാണും അതിന്, എന്നാൽ ചെറിയതായിട്ട് അത് പഴുത്ത് തുടങ്ങി കാണും, ചെറിയൊരു മഞ്ഞ കളർ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പരുവത്തിലുള്ള മാങ്ങയാണ് നമ്മൾ ചനച്ച മാങ്ങ എന്ന് പറയുന്നത്. കുറച്ച് മൂത്തിട്ടുള്ള മാങ്ങ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. പുളിയും വേണം. പുളിയില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. കറിക്കൊക്കെ ഇടാനായിട്ട് അതാണ് നല്ലത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മാങ്ങ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വാളംപുളി ചേർക്കാൻ പറ്റും. അതുപോലെ തന്നെ കുടംപുളിയും ചേർക്കാം നിങ്ങൾക്ക് കേട്ടോ. ചിലർ തക്കാളിയൊക്കെ ഇട്ടിട്ട് വെക്കും. അപ്പോൾ പുളിക്ക് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പുളി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ പച്ചമാങ്ങ ഇട്ട് വെക്കണതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു മൺചട്ടി എടുക്കാം. സ്റ്റവിൽ വെക്കണതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതിനൊക്കെ ശേഷമാണ് കേട്ടോ കുക്ക് ചെയ്യണത്, സ്റ്റവിൽ വെക്കണത്. അപ്പോൾ ഇതിലേക്ക് അതിൻ്റെ ഒരു 7-8 ചെറിയുള്ളി എടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. പിന്നെ ഇത്രയുമുള്ള ഒരു കഷ്ണം ഇഞ്ചി വേണം. ഏകദേശം ഒരു 1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി വേണം. ഇത് നമുക്കൊന്ന് ചതച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. ഇതധികം എരിവൊന്നും ഇല്ലാത്ത പച്ചമുളകാണ്. ഞാൻ 2 എണ്ണമാണ് ചേർക്കുന്നത്. കുറച്ച് കറിവേപ്പില, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി. ഞാനിവിടെ 2 ടൈപ്പ് മുളക് പൊടി മിക്സ് ചെയ്തിട്ടാട്ടോ ചേർക്കുന്നത്. 1.5 ടീസ്പൂൺ സാദാ മുളക് പൊടിയും 1.5 ടീസ്പൂൺ പിരിയമുളകിൻ്റെ പൊടിയും, അതായത് കാശ്മീരി ചില്ലി പൗഡർ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് മുളക് പൊടി ഉള്ളൂന്നുണ്ടെങ്കിൽ അത് മാത്രം ചേർക്കുക. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർക്കുക. ഇപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു കളറൊക്കെ കിട്ടും. കറിക്ക് കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. എരിവൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഉണക്ക ചെമ്മീൻ ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് നമുക്ക് കൈകൊണ്ട് നല്ലോണം തിരുമ്മി എടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത്രയും മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള അളവിൽ വെള്ളം ഒഴിക്കാം. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളമൊക്കെ വേണ്ടി വരും. ഒരുപാട് വെള്ളം ചേർക്കണ്ട കേട്ടോ. ജസ്റ്റ് ഇത് മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള വെള്ളം മതി. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് സ്റ്റവിലേക്ക് വെക്കാം. തുറന്ന് തന്നെ വെക്കാം.
നമ്മൾ ചേർത്തിട്ടുള്ള ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതൊന്ന് തിളച്ച് വരും. ഇതേ അപ്പോൾ സൈഡിൽ ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് നേരം ഇത് കുക്ക് ചെയ്യണ്ട കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് കണ്ട് ഇങ്ങനെ തിളച്ചൊക്കെ വന്നാൽ മതി. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ജാറിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം കൂടിയിട്ട് ഒഴിക്കാം. ഒരു 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുലുക്കി നമുക്ക് ഇതും കൂടിയിട്ട് ഇതിലേക്ക് ഒഴിക്കാം. നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള മാങ്ങയും കൂടിയിട്ട് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം തീയിൽ വെക്കാം. എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കുക എന്തോരം വെള്ളം വേണം, ഇനി വെള്ളം ഒഴിക്കണോ എന്നൊക്കെ നോക്കുക. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാൻ തോന്നി. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടിയിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. വെള്ളമൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരുപാട് വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഉണക്കച്ചെമ്മീന് വലിയ മാംസമൊന്നും ഇല്ലല്ലോ. അപ്പോൾ വല്ലാണ്ട് ചാറ് പോലെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഒരു മീനിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റൊന്നും നമുക്ക് കിട്ടില്ല. ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ തിളപ്പിക്കാം. അരപ്പൊക്കെ ചേർത്തുകൊണ്ടേ കറി അത്യാവശ്യം കുറുകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറുകുന്നതിനനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്. കുറച്ചായിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നേരം തിളച്ചിങ്ങനെ കുക്കായി വരുമ്പോൾ നമുക്ക് മാങ്ങ ഒന്ന് എടുത്ത് നോക്കിയേ മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിങ്ങനെ തൊടുമ്പോഴേക്കും നല്ല സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. ആ ഒരു ചെമ്മീൻ്റെയും മാങ്ങയുടെയും ഒക്കെ സ്മെല്ലൊക്കെ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. വെളിച്ചെണ്ണ നമുക്ക് മേലെ തെളിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്. കറി അത്യാവശ്യം നല്ലോണം കുറുകിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് വറ്റിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കറി വറ്റിച്ചെടുക്കാം. ഉപ്പും എരിവൊക്കെ പാകത്തിനാണ്. എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ കറി ഓഫ് ചെയ്യാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഒരു സ്റ്റെപ്പും കൂടി ചെയ്യാൻ നമുക്ക് താളിച്ചൊഴിക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടി വെച്ച് ചൂടാക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 2 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില, പിന്നെ 4 ചെറിയ ഉള്ളി അരിഞ്ഞത്. ഇത്രയും ചേർത്തിട്ടൊന്ന് ജസ്റ്റ് മുരിച്ചെടുക്കാം. കടുക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എണ്ണ ചൂടാവുന്ന സമയത്ത് ചേർത്തോളൂ കേട്ടോ. കടുക് ഞാൻ സാധാരണ മീൻ കറിയിൽ അങ്ങനെ കടുക് ചേർക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. എണ്ണ ചൂടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നോക്കി നമ്മുടെ ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ മാത്രം മതി. ഈ മുളക് പൊടി ചേർക്കുന്നത് നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കറി കാണാനും കുറച്ച് നല്ല ഭംഗിയുണ്ടാവും. നമുക്കിത് കറിയിലോട്ട് ചേർക്കാം. താളിച്ചൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വെളിയിലോട്ട് പോവാണ്ട് ആ കറിയിൽ തന്നെ ഇങ്ങനെ നിൽക്കും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീൻ മാങ്ങാക്കറി റെഡിയാണ്. സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഒരു രക്ഷയില്ലാത്തൊരു കറിയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് വന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണിലും കൂടിയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.